ടെക്നോളജി എന്നൊക്കെ പറയുന്നത് ഒരു മഴ പെയ്താൽ ഇല്ലാതാവുന്ന നീർക്കുമിളകൾ മാത്രമാണ്. അത് വെച്ച് മനുഷ്യനെ, ആധുനിക മനുഷ്യൻ, മധ്യകാല മനുഷ്യൻ, പ്രാചീന മനുഷ്യൻ എന്ന് പറയുന്നത് ശരിയല്ലെന്നുള്ളതല്ല. അതിനേക്കാളും വലിയ തെറ്റ് മനുഷ്യൻ അവന്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ടില്ല. മനുഷ്യർ പലവിധം എന്നതിനേക്കാൾ വലിയ തെറ്റ് മനുഷ്യർ അവന്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ടില്ല. ഇതാണ് ഇവിടെയുള്ള എക്സ് മുസ്ലിം വാദം. മനുഷ്യർ നാലുണ്ട്. പഴയ മനുഷ്യരാണ് മാപ്പിളമാർ, പുതിയ മനുഷ്യരാണ് ഞങ്ങൾ എന്നെന്ന് പറയുന്ന വിജുഗീഷത്വത്തെക്കാളും വലിയ വിഡ്ഢിത്തം മനുഷ്യൻ അവന്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ടില്ല. 2018 കൊച്ചിയിൽ, തെക്കൻ കേരളത്തിൽ, മധ്യ കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ എന്താ സംഭവിച്ചത്? യൂറോപ്പിന്റെ കഥ പറയണ്ട, അമേരിക്കയിലേക്ക് പോവണ്ട, ഇറാഖിലേക്കും പലസ്തീനിലേക്കും പോവണ്ട. ഇവിടെ എന്താ ഉണ്ടായത്? ഗവൺമെന്റിന്റെ മന്ത്രി പത്രസമ്മേളനത്തിൽ ദുരിതാശ്വാസ ക്യാമ്പില് നനവില്ലാത്ത ഭക്ഷണങ്ങളെ വിതരണം ചെയ്യാവൂ, ഡ്രൈ ഫുഡ് ഐറ്റംസുകളെ വിതരണം ചെയ്യാവൂ, ബ്രെഡും കാര്യങ്ങളും. കാരണം ടോയ്ലറ്റിൽ വെള്ളമില്ല, ടോയ്ലറ്റ് സംവിധാനവുമില്ല. എത്ര പെട്ടെന്നാണ്! അടിക്കുന്ന സ്പ്രേയുടെ ബ്രാൻഡ് മാറിയതിന്റെ പേരിൽ മുഖം ചുളിഞ്ഞിരുന്ന ആളുകൾ ഗവൺമെന്റ് LP സ്കൂളിന്റെ തറയിൽ അപരന്റെ വിയർപ്പ് പറ്റുന്ന, വിയർപ്പ് മണക്കുന്ന കക്ഷത്തിന്റെ മൂട്ടിൽ കൊണ്ടുപോയി മൂക്ക് വെച്ച് കടന്നു. ആഴ്ചകളോളം കൊച്ചിയിൽ. ഒരാഴ്ച മുമ്പ് എന്തായിരുന്നു വിശേഷം? അടിക്കുന്ന സ്പ്രേന്റെ ബ്രാൻഡ് മാറിയതിന്റെ പേരിൽ നെറ്റി തുളിഞ്ഞവരാ. അവര് കരുതിയ സ്പ്രേ തന്നെ കിട്ടണം. അത്രയും എലൈറ്റ് സെലിബ്രിറ്റി താരങ്ങളാ. പക്ഷെ വെള്ളം അങ്ങ് പൊങ്ങിയപ്പോ എന്തായി? ഗവൺമെന്റ് LP സ്കൂളിന്റെ തറയിൽ വിയർപ്പ് മണക്കുന്ന അപരന്റെ തൊക്കിൽ പോയി മൂക്ക് വെച്ച് കടന്നു. കീഴ്വായി പുറപ്പെടുന്ന ചന്തിക്കടിയിൽ മുഖം വെച്ച് കിടക്കേണ്ടി വന്നു ആഴ്ചകളോളം. അപ്പൊ ഗവൺമെന്റ് പറഞ്ഞു, നനവുള്ള ഫുഡ് തിന്നണ്ട, നിങ്ങൾ ഡ്രൈ ബ്രെഡ് തിന്നോളൂ, എന്നാൽ വലിയ പ്രയാസം ഉണ്ടാവൂല. കൊച്ചിയിൽ നടന്നു, തിരുവനന്തപുരത്ത് നടന്നു, കൊല്ലത്ത് നടന്നു, കോഴിക്കോട് നടന്നു. നമ്മുടെ കൺമുമ്പിൽ 50 കൊല്ലം കഴിഞ്ഞാൽ ഈ ഭൂമിയുടെ അവസ്ഥ എന്താകും ഉറപ്പുണ്ടോ? ഒരു 3-ാം ലോക മഹായുദ്ധമൊക്കെ ഉണ്ടായാൽ എന്താകും? സ്പേസ് വാറായിരിക്കും, സ്റ്റാർ വാറായിരിക്കും. ഭൂമിയിൽ നിന്നായിരിക്കില്ല യുദ്ധം എന്നുള്ളതാണ്, ആകാശത്തു നിന്നായിരിക്കും ലോകയുദ്ധം നടക്കുക. ഇപ്പൊ ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും, പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെയൊക്കെ ആയുധ ശേഖരങ്ങളുടെ റിമോട്ട് കൺട്രോളുകൾ പ്രവർത്തിക്കുന്നത് ബഹിരാകാശ സ്പേസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള റിമോട്ടിങ്ങുകളാണ്. അരമണിക്കൂർ കൊണ്ട് ഭൂമിയെ മുഴുവനും കരിക്കാവുന്ന മാരകായുധങ്ങൾ ഉള്ള രാജ്യങ്ങളാണ് ലോക സമാധാനത്തെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അരമണിക്കൂർ കൊണ്ട് ഭൂമിയെ മുഴുവനും ചുട്ടു ചാമ്പലാക്കാൻ മാത്രമുള്ള 100 കണക്കിന് ആയുധങ്ങളുടെ മീതെ പതിയിരിഞ്ഞുകൊണ്ടാണ്, തപസ്സിരുന്നു കൊണ്ടാണ് ലോക സമാധാനത്തെ കുറിച്ച് ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആധുനിക ലോകത്ത് നിലനിൽക്കുന്ന ശാന്തിയും സമാധാനവും ആശയം പ്രസവിച്ച ശാന്തിയും സമാധാനവുമല്ല, ആയുധം പ്രസവിച്ച ശാന്തിയും സമാധാനവും. അമേരിക്ക എന്തുകൊണ്ടാണ് ബോംബിടുന്നില്ല? റഷ്യനെ പേടി. റഷ്യ എന്തുകൊണ്ടിടുന്നില്ല? യൂറോപ്യൻ രാജ്യങ്ങളെ പേടി. യൂറോപ്യൻ രാജ്യങ്ങൾ എന്തുകൊണ്ട് അച്ചടക്കം പാലിക്കുന്നു? ചൈനയെ പേടി. ഓരോ രാജ്യവും മറ്റൊരു രാജ്യത്തെ ഭയപ്പെടുകയാണ്. ഏതോ ഒരു സൈക്കോ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അരമണിക്കൂർ കൊണ്ട് ലോകം കരിയും. അതാണ് നിലനിൽക്കുന്ന ലോകത്തെ പൊളിറ്റിക്കൽ എക്കോസിസ്റ്റം. 2-ാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക ഹിരോഷിമയിലും നാഗസാക്കിയിലും ജപ്പാനിൽ വർഷിച്ച അണുബോംബിനേക്കാൾ, ന്യൂക്ലിയർ വെപ്പൺസിനേക്കാൾ 10 മടങ്ങ് പ്രഹരശേഷിയുള്ള അണുബോംബുകൾ നിലവിൽ ലോകത്തെ വികസ്വര രാജ്യങ്ങളുടെ കൈകളിൽ പോലുമുണ്ട്. മനസ്സിലായില്ല? 2-ാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക വർഷിച്ച അണുബോംബിനേക്കാൾ മാരകായുധങ്ങൾ ഇന്ന് ലോകത്തെ 3-ാം ലോക രാജ്യങ്ങളുടെ കൈകളിൽ പോലുമുണ്ട്. ഒരു അണുവായുധ യുദ്ധം ഉണ്ടായാൽ എന്ത് സംഭവിക്കും?
ഇന്റർനെറ്റുകൾ മിണ്ടാതാകും, വൈദ്യുതികൾ നിലക്കും, ടെക്നോളജി നിലംപൊത്തും, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ടേം ഒന്നും അപ്പോൾ ഉണ്ടാവില്ല. ഗതാഗത ഗമനാഗമന വാർത്താവിനിമയ സാങ്കേതിക സംവിധാനങ്ങൾ കുപ്പുകുത്തും. മനുഷ്യ നാഗരികത റിവേഴ്സ് ഗിയറിൽ സഞ്ചരിക്കും. കാളവണ്ടിയിലേക്ക്, കഴുതവണ്ടിയിലേക്ക്, കുതിരവണ്ടിയിലേക്ക്, കാൽനടയിലേക്ക് ലോകം പോകും. ഈ ഒരു സഞ്ചാരം ഉണ്ടാകാൻ ലോകത്ത് പതിറ്റാണ്ടുകളുടെയോ ഒരു വർഷത്തിന്റെയോ ഒരു മാസത്തിന്റെയോ ഒരു ദിവസത്തിന്റെയോ പോലും താമസമില്ല. നിലവിലുള്ള ഇന്ന് ആരൊക്കെയോ ഉണ്ടാക്കി വെച്ച ആ കരി ദുർഭൂതങ്ങൾ തീകളായി ജ്വാലകളായി പടർന്നാൽ മിനിറ്റുകൾ കൊണ്ട് ലോകത്ത് സംഭവിക്കാവുന്ന കാര്യമാണ്. എന്തിന് 2050 പറയണം? ടെക്നോളജി വെച്ചുകൊണ്ട് ഇസ്ലാമിന്റെ നിയമങ്ങൾ അപ്ഡേഷൻ വരുത്തുക എന്ന് പറയുന്നത് അഹ്ലുസുന്നയുടെ മൻഹജ് അല്ല. അതൊക്കെയാണ് ഇവിടെ പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പോ എക്കാലവും പ്രാക്ടിക്കലായ ഒരു നിയമം എന്താ? 100 കൊല്ലം മുമ്പ് അത് നടക്കണം, ഒരു 50 കൊല്ലം കഴിഞ്ഞാലും നടക്കണം. അപ്പൊ നമുക്ക് നോമ്പാകാനും പെരുന്നാളാകാനും ആകാശത്തേക്ക് പോകണം, എന്നിട്ട് മാസം കാണണം. ഇനി മാസം കാണണ്ട, കണക്ക് നോക്കിയാൽ മതി എന്ന് പറയുന്ന ആർഗ്യുമെന്റ് ശക്തമായി ഇവിടെയുണ്ട്. ആ വിഷയത്തെ ഖണ്ഡിക്കലല്ല ഇവിടെ എൻ്റെ ഉദ്ദേശം. ഇസ്ലാമിനെ നമ്മൾ അവതരിപ്പിക്കേണ്ട യുക്തിവാദികൾക്ക് കൺവിൻസിംഗ് ആയ രീതിയെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മുടെ ഒരു മൻഹജ് പറയുകയാണ്. അപ്പൊ സ്വാഭാവികമായി സുന്നി ഉലമാ നേരിടുന്ന ഒരു വലിയ ചോദ്യമുണ്ട്: നിങ്ങൾ എന്തുകൊണ്ട് കാലത്തോടൊപ്പം സഞ്ചരിക്കുന്നില്ല? ഈ കാലഘട്ടത്തിൽ കണക്ക് പോരെ? എന്തിനാണ് നിങ്ങൾക്ക് ആകാശത്തെ കാഴ്ച? പക്ഷെ പ്രശ്നം എന്താണ്? വൽഉൻ ഇലാഹിയാകുമ്പോൾ എല്ലാ കാലവും പരിഗണിക്കേണ്ടി വരും. ഇപ്പൊ എവിടെ നിന്നാണ് കണക്ക് കിട്ടുന്നത്? ഇപ്പോ നാസയുടെ സൈറ്റ് ചെക്ക് ചെയ്താൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഈ വാന നിരീക്ഷണ കേന്ദ്രത്തിന്റെ അൽമനാഖ് വെബ്സൈറ്റുകൾ സെർച്ച് ചെയ്താൽ ഓരോ മാസത്തിലെയും ന്യൂമൂൺ സമയം അല്ലെങ്കിൽ കൺജങ്ഷൻ സമയം കൊടുത്തിട്ടുണ്ടാകും. ഇപ്പോൾ അടുത്ത നെക്സ്റ്റ് ന്യൂമൂൺ നോക്കിയാൽ ഏതെങ്കിലും ഒരു UTC ടൈമിൽ, അത് രാവിലെയാകാം, വൈകുന്നേരമാകാം, രാത്രിയാകാം, ടൈം കൊടുത്തിട്ടുണ്ടാകും. ആ ന്യൂമൂൺ സമയത്തിന് സാക്ഷിയാകുന്ന ഭൂമിയുടെ ഭാഗവും കൊടുത്തിട്ടുണ്ടാകും. ഇത് മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ പുതിയ മാസം കണക്ക് വെച്ച് തീരുമാനിക്കുന്നത്. പക്ഷെ ഒരു 30 കൊല്ലം മുമ്പ് UTC ടൈം നമുക്ക് ലഭ്യമായിരുന്നോ? 50 കൊല്ലം മുമ്പ് കൂട്ടിക്കോ. നാസയുടെ സൈറ്റ് ഉണ്ടായിരുന്നോ? അൽമനാക്ക് സംവിധാനങ്ങൾ ലഭ്യമായിരുന്നോ? ഇല്ല. ഇനി ഒരു 50 കൊല്ലം കഴിഞ്ഞാൽ ലഭ്യമാകൂ? ഇല്ല. ഒരു പക്ഷേ ഈ 100 കൊല്ലത്തിന്റെ ഇടയിലേക്ക് മാത്രം ഉള്ളതാണോ ഇസ്ലാം? അതാണ് വൽഉൻ ഇലാഹിന്റെ താല്പര്യം. ആദം അലൈഹിസ്സലാം മുതൽ അവസാന മനുഷ്യന് വരെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ മാനകമായ നിയമങ്ങളാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുകയുള്ളൂ. ഇപ്പൊ ഈ ചാർട്ടും പട്ടികയും നോക്കിയിട്ടാണ്, മാസം ഉറപ്പിക്കലല്ല കേട്ടോ എന്റെ വിഷയം, ചാർട്ടും പട്ടികയും വെബ്സൈറ്റും നോക്കിയിട്ട് തയ്യാറാക്കുന്നതാണ് ഇസ്ലാം അവലംബിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ 50 കൊല്ലം മുമ്പും അത് ഭൂമിയിൽ സാധ്യമായിരുന്നില്ല. ഇനി ഒരു 50 കൊല്ലം കഴിഞ്ഞാലും സാധ്യമല്ല. അപ്പോ ആകാശത്തേക്ക് നോക്കിയിട്ട് മാസം കാണൽ ഇനി ഇന്ന് തന്നെ ആയാലും ആഫ്രിക്കയിലെയും ഉഗാണ്ടയിലെയും റുവാണ്ടയിലെയും സാംബിയയിലെയും എരിത്രായിലെയും പട്ടിണി പാവങ്ങളായ രാജ്യക്കാർക്ക് ചേരിയിലെ ചേറ് ചോറാക്കി തിന്നുന്ന പാവങ്ങളുടെ രാജ്യങ്ങളിലേക്ക് അവിടെയൊക്കെ നോമ്പ് വേണ്ടേ, പെരുന്നാള് വേണ്ടേ? അവിടെയും പ്രാപ്യമായത് ഈ പറയുന്ന സയൻസിന്റെ ആസ്ട്രോണമിക്കൽ ടേബിളുകളല്ല. അവിടെയും സാധ്യമാകുന്നത് നാച്ചുറലി, പ്രകൃതിദത്തമായി ആകാശത്തേക്ക് നോക്കലാണ്. അതാണ് നാച്ചുറൽ ഇസ്ലാം, ഫിത്വരിയായ ഇസ്ലാം. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം എന്താ അറിയോ? വൽഉൻ ഇലാഹിയുൻ എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തേക്കുമുള്ളത് പരിഗണിക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരു ഇസ്ലാമിനെ പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുകയില്ല, മനുഷ്യന്മാർക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ വലിയ ശാസ്ത്രവും വലിയ ഭൗതികതയും വലിയ വികസനവും വലിയ പുരോഗതിയും പറയുന്നവരാണ് വാസ്തവത്തിൽ കാലത്തിന്റെ ഒരു ഇട്ടാവട്ടത്തിൽ കുടുങ്ങിപ്പോയത്. ദീർഘമായ ഭാവിയിലേക്കും ദീർഘമായ ഭൂതകാലത്തേക്കും നോക്കാൻ സാധിച്ചാൽ നമുക്ക് മാനക തത്വമേ പറയാൻ കഴിയൂ. പ്രകൃതിപരമായ അടയാളങ്ങളാണ് അവലംബിക്കേണ്ടത്. അടിമത്തം എന്തുകൊണ്ട് ഇസ്ലാം നിരോധിച്ചില്ല? ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. ചോദ്യം വരുമ്പോൾ തോന്നും ഇസ്ലാമാണ് ഉണ്ടാക്കിയത് എന്ന്. അല്ലല്ലോ. ഒരു സാമൂഹികമായ ഫിനാൻഷ്യൽ എക്കണോമിക് സിസ്റ്റം
എന്തുമാകാവുന്ന സിസ്റ്റം രണ്ടു കാലുള്ള മൃഗങ്ങളായി മനുഷ്യരെ ദുരുപയോഗം ചെയ്ത ഒരു കാടൻ സമ്പ്രദായം, മൃഗീയമായ സംവിധാനം. ആ സംവിധാനത്തെ ഇസ്ലാം വ്യവസ്ഥപ്പെടുത്തുകയും അവർക്ക് മനുഷ്യത്വപരമായ പൗരത്വ പദവി നൽകുകയും ആത്മീക ലോകവുമായി അവർക്ക് ആത്മീക ലോകത്തവർ ഒരളവിലും തരം താഴുന്നവരല്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. നോക്കൂ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സാധിക്കുന്നതൊക്കെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനും സാധിക്കും എന്നുള്ളതാണ് ഇസ്ലാമിന്റെ മഹത്വം. സാമ്പത്തികമായി എന്ത് എന്നുള്ളതല്ല, ഉടമയും അടിമയും എന്നുള്ളത് സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയിലെ രണ്ട് വാക്കുകളാണ്. ഇസ്ലാമിന്റെ ഇടയിലേക്ക് വന്നാൽ അതിനെ ആത്മീകമായി കണ്ടാൽ അടിമ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയെ, അവരുടെ വ്യക്തിത്വത്തെ, അവരുടെ ആത്മാവ് എന്ന് പറയുന്ന സ്വത്വത്തെ ഇസ്ലാം ഇകഴ്ത്തിയില്ല. ഇസ്ലാം സംസാരിക്കുന്ന സ്വത്വം, ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരൻ മനുഷ്യനിൽ കാണുന്ന സ്വത്വം തൊഴിലാളി എന്ന് പറയുന്ന ഒരു സ്വത്വത്തെയാണ്. കോൺഗ്രസ്സുകാരൻ മനുഷ്യനിൽ കാണുന്ന സ്വത്വം ദേശീയ പൗരൻ എന്ന് പറയുന്ന ഒരു സ്വത്വത്തെയാണ്. ഓരോ ഇസവും ഓരോ പ്രത്യയശാസ്ത്രവും മനുഷ്യനിലെ ഓരോന്നിനെയാണ് അഡ്രസ് ചെയ്യുന്നത്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു സിദ്ധിയുള്ള ഒരു സവിശേഷ ജന്തുവാണ് കമ്മ്യൂണിസ്റ്റ് ദർശനത്തിൽ മനുഷ്യൻ. ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരൻ മനുഷ്യനിൽ കാണുന്ന സാധനം, കമ്മ്യൂണിസ്റ്റുകാരന്റെ കണ്ണിലെ മനുഷ്യൻ ഉൽപാദനക്ഷമതയുള്ള ഒരു മൃഗമാണ്, ജന്തുവാണ് കമ്മ്യൂണിസ്റ്റ് കണ്ണിലെ മനുഷ്യൻ. ഇനി വലതുപക്ഷത്തിന്റെ കണ്ണിലെ മനുഷ്യൻ അതിർത്തികൾ നിശ്ചയിക്കുന്ന ഒരു സറൗണ്ടിങ്, ഒരു ദേശരാഷ്ട്രമായി പ്രഖ്യാപിച്ചാൽ അതിനകത്ത് സ്ഥാപിക്കപ്പെടുന്ന ഭരണഘടന അനുസരിച്ച് കൊണ്ട് ജീവിക്കേണ്ട ബുദ്ധിയും വിവേകവുമുള്ള ഒരു പ്രത്യേക സവിശേഷ ജീവിയാണ് മനുഷ്യൻ. ദേശീയ സ്വത്വം എന്ന് പറയും. ഓരോന്ന് പറയുന്നില്ല. ഇപ്പൊ ചിലർ പരിഗണിക്കുന്നത് ദളിത് സ്വത്വം, കീഴാള സ്വത്വം, സ്ത്രീ സ്വത്വം, പുരുഷ സ്വത്വം, കായിക സ്വത്വം, കലാസ്വത്വം. ഇതൊക്കെ മനുഷ്യനിൽ ഓരോ പ്രത്യയശാസ്ത്രവും കാണുന്ന വ്യത്യസ്തമായ പരിഗണനകളാണ്. അങ്ങനെയാണെങ്കിൽ മനുഷ്യനിൽ ഇസ്ലാം കാണുന്ന പരിഗണന ഏതാണ്? തൊഴിലാളി സ്വത്വം അല്ല, ദേശീയ സ്വത്വം അല്ല, ദളിത് സ്വത്വം അല്ല, കായിക സ്വത്വം അല്ല, കലാസ്വത്വം അല്ല. ഇസ്ലാം കാണുന്ന സ്വത്വം റൂഹിയായ സ്വത്വമാണ്. ആത്മീക ജീവിയാണ് മനുഷ്യൻ. ഇതാണ് ഇസ്ലാമിന്റെ കണ്ണ്, ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ച. ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. ആത്മാവിനെ ശുചീകരിച്ചവൻ വിജയിച്ചു, ആത്മാവിനെ ശുചീകരിക്കാത്തവൻ പരാജയപ്പെട്ടു പോയി. അപ്പൊ ഞാൻ ആ ഭാഗത്തേക്ക് പോവുകയല്ല. ഇനി അതിന്റെ ഈ ഇലാഹിയായ ആണെന്ന് പറഞ്ഞപ്പോൾ ആ ഭാഗം മെൻഷൻ ചെയ്തതാണ്. ഇന്ന് ലോകത്ത് അടിമ സിസ്റ്റത്തിന് പ്രസക്തിയില്ല, അടിമകൾ തന്നെ ഇല്ല. പഴയ കാലത്തുണ്ടായിരുന്നു, പക്ഷെ ഭാവി അറിയില്ല. ചരിത്രം നമുക്ക് പാഠമാകുന്നു. ലോകത്തിന് എന്തും സംഭവിക്കാം, അടിമകൾ തിരിച്ചു വരാം. ഇസ്ലാം ഉണ്ടാക്കാം എന്നല്ല, ലോകത്തെ രാജ്യങ്ങൾ തമ്മിൽ കോളനികളാക്കി മാറ്റുന്നൊരു കാലത്ത് നിങ്ങളൊന്നുകൂടി ആഴത്തിൽ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഞാൻ നേരത്തെ ഇലോൺ മസ്കിനെ ഉദ്ധരിച്ചു. ഞാനൊന്നും കാട് കയറി പറയുകയല്ല. ഒരു 100 കൊല്ലം മുമ്പ് ബ്രിട്ടീഷ് ശക്തികൾ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരുപാട് രാജ്യങ്ങളെ കോളനിയാക്കിയതുപോലെ പുതിയ കാലത്തെ കൺസെപ്റ്റ് എന്താ അറിയോ? ആകാശങ്ങൾ കോളനിയാക്കുക. ഹുദൈബിയയുടെ മുറ്റത്ത് വെച്ച് എന്തോ പറയുകയല്ല, ആകാശങ്ങളെ കോളനിയാക്കുക. അതാണ് ഇലോൺ മസ്കിന്റെ ഒക്കെ കൺസെപ്റ്റ്. എന്ത് ആകാശങ്ങളെ കോളനിയാക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇന്ത്യ നമ്മൾ ഒഴിവാക്കാം. പാകിസ്ഥാന് ഇപ്പൊ ഒരു $5000 കോടി ആവശ്യമുണ്ട്. കുറച്ച് പാലവും റോഡും കെട്ടാൻ, ആശുപത്രി കെട്ടാൻ, അല്ലെങ്കിൽ പട്ടിണി മാറ്റാൻ. എങ്കിൽ അത് ഇലോൺ മസ്ക് കൊടുക്കും. പക്ഷെ ഒറ്റ കണ്ടീഷൻ, പാകിസ്ഥാന്റെ 1000 കിലോമീറ്റർ ആകാശം ഇലോൺ മസ്കിന് പണയം കൊടുക്കണം. അവിടത്തേക്കാണ് ലോകം പോകുന്നത്. രാജ്യങ്ങൾ അവരുടെ വ്യോമയാന പാതയും വ്യോമാതിർത്തികളും ആകാശലോകവും പണയം കൊടുത്താൽ പണം തിരികെ കൊടുക്കുന്ന സിസ്റ്റത്തിലേക്ക് ലോകം വരുന്നു. കാരണം എന്താ അറിയോ? ഭൂമിയെ കോളനിയാക്കാൻ ഇപ്പൊ ആർക്കും വലിയ താല്പര്യമില്ല. അതിന്റെ വലിപ്പമൊക്കെ ഇവർക്ക് മനസ്സിലായി. ഇത് വലിയൊരു മുട്ടയാണെന്ന് മനസ്സിലായി.
ഇത് മുഴുവനും കിട്ടിയാലും ആളുകളുടെ ആർത്തി മാറില്ല. ആർത്തിയുടെ ദുര പെരുകിയപ്പോ മുതലാളിമാർക്ക് ലോക ഭീമൻ കുത്തക കോർപ്പറേറ്റ് കമ്പനികൾക്ക് ഭൂമി മൊത്തം കിട്ടിയാലും പോരാ. ഇനി മാർസ് കിട്ടണം, വീനസ് കിട്ടണം, സാറ്റേൺ കിട്ടണം, ജൂപ്പിറ്റർ കിട്ടണം, ലോക ഗ്രഹങ്ങൾ വേറെ കിട്ടണം, ആകാശങ്ങൾ കിട്ടണം. അതുകൊണ്ട് ആകാശം വായ്പ വാങ്ങുന്ന കാലത്തേക്ക് ലോകം ചിന്തിക്കുന്ന, വായ്പ അല്ലെങ്കിൽ പണയം വെക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് ലോകം മാറുന്ന ഒരു കാലത്ത് കോളനി സിസ്റ്റവും അടിമത്ത സിസ്റ്റവും നാളെ വരില്ലെന്ന് ആര് കണ്ടു? അപ്പൊ ഇസ്ലാം അടിമത്തം നിരോധിച്ചു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഭാവിയിൽ അത് പ്രശ്നമാവും. ഭാവിയിൽ ചില വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റാതാകും. അതുകൊണ്ട് ഇന്ന് ഭൂമിയിൽ എണ്ണിപ്പറയാൻ ഒരു അടിമ പോലും ഇല്ലെങ്കിലും അടിമകളുടെയും ഉടമകളുടെയും നിയമം എന്തായിരിക്കണമെന്ന് ഭാവി കൂടി കണ്ടുകൊണ്ട് ഭാവിയിൽ സംഭവിക്കാവുന്ന കാര്യത്തേക്കും ആ കാലത്തേക്കും കാണുക എന്നുള്ളത്. അവരപ്പ പറയും, എൻ്റെ ലാസ്റ്റ് പോയിന്റ്, അവരപ്പ പറയും നിങ്ങൾ പഴയകാലത്തെ ഗോത്രകാല കഥ പറയാണ്. അപ്പൊ നമ്മളും ചെയ്യുന്നൊരു വിഡ്ഢിത്തമുണ്ട്. എന്താണെന്നറിയോ? അവരങ്ങനെ കളിയാക്കുമ്പോൾ നമ്മൾ പുതിയ ആളാകാൻ ശ്രമിക്കും. പുതിയ ആളാകാൻ നമ്മൾ ശ്രമിക്കലാണ് ഏറ്റവും വലിയ വിഡ്ഢിത്തം. നിങ്ങളെന്തേ 6-ാം നൂറ്റാണ്ടിലെയും 7-ാം നൂറ്റാണ്ടിലെയും കൂറക്കിത്താബും പിടിച്ചുകൊണ്ടാണോ ഈ കാലത്തും മനുഷ്യരോട് സംസാരിക്കുന്നത്? നിങ്ങൾക്കൊന്ന് പുതിയ ആയിക്കൂടെ, നിങ്ങൾക്കൊന്ന് അപ്ഡേഷൻ വരുത്തിക്കൂടെ, അപ്ഡേറ്റ് ചെയ്തുകൂടെ എന്നൊക്കെ 4 ചോദ്യം വരുമ്പോഴേക്ക് നമ്മൾ ശ്രമിക്കുകയാണ് പുതിയ മുസ്ലിം ആകാൻ, പുതിയ ഇസ്ലാമിനെ ഉണ്ടാക്കാൻ. പക്ഷേ ഇലാഹിയൻ എന്ന് പറഞ്ഞ ആ തത്വം മനസ്സിലായ ഒരാൾ അതിനെ ശ്രമിക്കൂല. കാരണം എന്താ അറിയോ? പുതിയ മനുഷ്യൻ, പഴയ മനുഷ്യൻ എന്നുള്ളത് യുക്തിവാദികളും ലിബറലുകളും ഉണ്ടാക്കിയ തെറ്റായ ഒരു മാനദണ്ഡമാണ്. പുതിയ മനുഷ്യനും മധ്യകാല മനുഷ്യനും ആധുനിക മനുഷ്യനും പരിഷ്കൃത മനുഷ്യനും അങ്ങനെ 4-5 തരം മനുഷ്യനില്ല. ഒറ്റ മനുഷ്യനേ ഉള്ളൂ, ബനു ആദം അൽ ഇൻസാൻ. ഒറ്റ മനുഷ്യനേ ഉള്ളൂ. ഇതാണ് ഇസ്ലാമിന്റെ തത്വം. പലതരം മനുഷ്യരുണ്ടെങ്കിലല്ലേ അതേക്കുറിച്ച് സംസാരിക്കണ്ടു. ഇസ്ലാമിനെ എതിർക്കുന്നവർ തെറ്റായ ഒരു മാനദണ്ഡം ആദ്യം ഉണ്ടാക്കുക, എന്നിട്ട് നമുക്കെതിരെ പ്രചരണം നടത്തുക. നമുക്കെതിരെ വ്യാജമായി ഉണ്ടാക്കിയ ഒരു ഉസൂലിനെതിരെ നമ്മൾ മറുപടി കണ്ടെത്തുക. ആ ഉസൂല് ശരിയല്ല. എന്തുകൊണ്ടാണ് നമ്മൾ ഒറ്റ മനുഷ്യനെ ഉള്ളൂ എന്ന് പറയുന്നത്? ആദം അലൈഹിസ്സലാം മുതൽ അവസാനത്തെ ഹോമോസാപ്പിയൻ വരെ എടുത്തു നോക്കിയാൽ മനുഷ്യർക്കൊക്കെ ഒരേ ആവശ്യങ്ങളാണ്, ഒരേ വികാരമാണ്, ഒരേ വിചാരമാണ്. മനുഷ്യന് ബേസിക്കലി 12 ആവശ്യം, 13ാമത്തെ ഉണ്ടാവില്ല. മനുഷ്യന്റെ 1ാമത്തെ ആവശ്യം മാറ്റിവെക്കാൻ പറ്റായ്മയുടെ തീവ്രത അനുസരിച്ച് കൊണ്ട് എണ്ണപ്പെട്ട മനുഷ്യന്റെ 1ാമത്തെ ആവശ്യം ഉറങ്ങുക എന്നുള്ളതാണ്. 2ാമത്തെ ആവശ്യം മൂത്രമൊഴിക്കുക എന്നുള്ളതാണ്. 3ാമത്തെ ആവശ്യം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. 4ാമത്തെ ആവശ്യം കാഷ്ടിക്കുക എന്നുള്ളതാണ്. 5ാമത്തെ ആവശ്യം ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. 6ാമത്തെ ആവശ്യം മേജറിനും മൈനറിനും വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ്. മിഡിലിന് സെക്സ് ആണ്. അപ്പോ 6ഉം 7ഉം അങ്ങനെയായി. 8ാമത്തെ ആവശ്യം പാർപ്പിടം, ഒരു കൂടോ ഒരു മരപ്പത്തോ ഒരു ഇടമോ കിടന്നുറങ്ങാൻ ഒരു കൂരയുണ്ടാവുക എന്നുള്ളതാണ്. 9ാമത്തെ ആവശ്യം വിനോദമാണ്. വിനോദം 4 വിധം: കല, കായികം, സംഗീതം, ലഹരി. ഈ 12 അല്ലാത്ത 13ാമത്തെ ഒരാവശ്യം ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്ക് മുകളിൽ ആദം അലൈഹിസ്സലാം മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ കാണുകയോ പറയുകയോ സാധ്യമല്ല. പിന്നെ എവിടെയാണ് മനുഷ്യൻ മാറിയത്? 13ാമത്തെ ആവശ്യമുണ്ടെങ്കിൽ പറയ്. 1ാമത്തെ മനുഷ്യൻ മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ എന്താണ് മനുഷ്യന്റെ മാറ്റം? സ്വതന്ത്ര ഇന്ത്യക്കാരും എക്സ് ഇസ്ലാമിസ്റ്റുകളും എത്ര വലിയ നുണയാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത്. ആധുനിക മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ജന്തുവാണ്. നുണയാണത്. അങ്ങനെയൊന്നില്ല. 1ാമത്തെ മനുഷ്യന്റെ ഫണ്ടമെന്റൽ ബേസിക് പ്രൈം നീഡ് ഓഫ് ദ ഹോമോ സാപ്പിയൻ ഈസ് ടു ഗെറ്റ് എ സൗണ്ട് സ്ലീപ്പ്. മര്യാദക്ക് ഒരു ഉറക്കം കിട്ടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മനുഷ്യന്റെ ആവശ്യം. 2, മൂത്രമൊഴിക്കുക. ആ ക്രമം തന്നെ എത്ര കൃത്യമാണ്. ഇതെന്റെ വകയൊന്നുമല്ല. ദാഹിക്കുകയാണെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ മാറ്റിവെക്കാം. നല്ല ഹേർഡ് ഇമ്മ്യൂണിറ്റി ഉള്ള ആളാണെങ്കിൽ 2 ആഴ്ച വരെ വെള്ളം കുടിക്കാതെ ജീവിക്കാമെന്നൊക്കെയാണ്. അതിലേറെയും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അല്ലാഹു അഅലം. പക്ഷെ മൂത്രമൊഴിക്കാൻ മുട്ടിയാലോ ബസ് ഇറങ്ങുന്നവരെ പിടിച്ചു വെക്കാം.
ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നവരെ പിടിച്ചു വെക്കാം, റൂമിലെത്തിയാൽ നിവർത്തിയില്ല. അപ്പൊ 2 മൂത്രമൊഴിക്കലായി, 3 വെള്ളം കുടിക്കലായി, 4 കാഷ്ടിക്കൽ, 5 ഭക്ഷണം കഴിക്കൽ. കാരണം വെള്ളവും മൂത്രവും കൊണ്ട് കുറെ കാലം പോകാൻ പറ്റും. അത് കഴിഞ്ഞിട്ടേ പിന്നെ ഭക്ഷണവും കാഷ്ടവും ഒക്കെ വരുന്നുള്ളൂ. ഭക്ഷണം വിശന്നാലും നീട്ടിവെക്കാം, കാഷ്ടിക്കാൻ മുട്ടിയാൽ മുദാഫാത്തുൽ ഹദസ് അത്ര പിടിച്ചു വെക്കാൻ കഴിയില്ല. അപ്പൊ ഈ ബേസിക്കലി 5 എണ്ണം കഴിഞ്ഞാൽ ഇത് 5ഉം നടന്നാൽ മാത്രം ചിന്തിക്കുന്ന ഒരു സാധനമാണ് ആറാമത്തത് മേജറിനും മൈനറിനും എന്ന് പറഞ്ഞാൽ കുട്ടികൾ, അതേപോലെ മുതിർന്ന ആളുകൾ. ആ 2 കക്ഷികൾക്കും 6ാമത്തെ ആവശ്യം ഡ്രസ്സാണ്. ചൂടൊന്നും തണുപ്പൊന്നും രക്ഷപ്പെടാൻ ഡ്രസ് മീൻസ് വസ്ത്രം തന്നെ ആവണമെന്നില്ല. എന്തെങ്കിലും ഇലയോ തോലോ ചെളിയോ മണ്ണിൽ പുരണ്ട് വസ്ത്രം ഉണ്ടാക്കിയ എത്ര ജീവികളുണ്ട്, എത്ര മനുഷ്യരുണ്ട്. അത് മേജറിനും മൈനറുമാണ്. അതേസമയം പ്യൂബർട്ടിക് സ്റ്റേജിലുള്ള പ്രായപൂർത്തി നിലക്കുന്നത് വരെയുള്ള സ്റ്റേജിലാണെങ്കിൽ 4 ദിവസത്തിൽ 1 തവണയെങ്കിലും മനുഷ്യൻ സെക്സിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളതാണ്. ഫ്രോയിഡിന്റെ ഒക്കെ അഭിപ്രായ പ്രകാരം 1 ദിവസം ഏറ്റവും കൂടുതൽ ചിന്തിക്കുക അതാണെന്നുള്ളത്. അന്നൽക്കാലം നമ്മൾ പറയേണ്ടതില്ല. മിനിമം 4 ദിവസത്തിൽ 1 തവണയെങ്കിലും ലൈംഗികമായ കാര്യങ്ങൾ ആലോചിക്കും, അതിന്റെ വഴികൾ തേടുകയും ചെയ്യും. ദിവസം വരും. അതുകൊണ്ടാണ് ഫത്ഹുൽ മുഈനിൽ സുന്നത്തായ ഒരു കാര്യമായി പറഞ്ഞല്ലോ, 4 ദിവസത്തിലേറെ ദിവസം ലൈംഗിക ബന്ധം ഇല്ലാതെയാവൽ സുന്നത്താണ്. വഅല്ലാ യഖ്ലു എന്നല്ലേ പറഞ്ഞത്? വഅല്ലാ യഖ്ലു അല്ലേ? സെക്സാണ് അടുത്ത ആവശ്യമാണ്. സെക്സും നടന്നാലാണ് അടുത്ത ആവശ്യം പാർപ്പിടം. ഇതൊരു മരപ്പത്താകാം, കടയാകാം, തിണ്ണയാകാം, റോഡാകാം, കാടാകാം, ഉറങ്ങാനൊരു സ്പേസ്. ഇതും നടന്നാൽ, ഇതൊക്കെ നടന്നാലാണ് മനുഷ്യൻ അടുത്ത സ്റ്റേജിലേക്ക് പോകുള്ളൂ. എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ വിനോദങ്ങൾ. ഏത് മനുഷ്യനുണ്ട്? ഒന്ന് കല. ഓരോ കാലത്തും ഓരോ കലയായിരിക്കും, വ്യത്യസ്തമായ കലാരീതികൾ. അറ്റ് മിനിമം ലെവൽ ഒരാളൊരു ജയിൽ പിടിച്ചിട്ട്, അല്ലെങ്കിൽ ഒരാളെ ഒരു കാട്ടിൽ കൊണ്ടുപോയി നാട് കടത്തി മരുഭൂമിയിലിട്ടു, ഒരാളെ ഒരു കാർബോർഡ് പെട്ടിയിലിട്ടു, പത്തായത്തിലിട്ടു. എന്നാലും അയാൾ കുറച്ച് സമയം കഴിയുമ്പോൾ വെറുതെ ഇങ്ങനെയൊക്കെ താളം പിടിക്കും, ഒന്ന് മാന്തി നോക്കും, ഒന്നെടുത്ത് മണത്ത് നോക്കും. അത് നൈസർഗികമായി വരുന്ന ഒരു വിനോദത്തിന്റെ ഒരു സിൻഡ്രമാണ്. അതാണ് കല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പിന്നീട് വലുതായി വ്യവസ്ഥാപിതമായ ആർട്ടുകളായി മാറും, ചിത്രകലയാവും, കലാസൃഷ്ടിയാകും, ഒക്കെയാവും. ഹലാലായതുണ്ട്, ഹറാമായതുണ്ട്, അതല്ല എന്റെ വിഷയം. മനുഷ്യൻ എന്ന പരിഗണനയിലാണ് കല. കായികം ചിലപ്പോ ശരീരം കൊണ്ടുള്ളത്, ഓട്ടം, ചാട്ടം, എടുത്തം, പിടുത്തം, നിപ്പ്, ഇരിപ്പ്, കുനിപ്പ്, മുന്തിപ്പ്, അതൊക്കെ വരും. കലയും കായികയും കഴിഞ്ഞാലാണ് പിന്നെ സംഗീതം, രാഗങ്ങൾ, താളങ്ങൾ ഒക്കെ വരുന്നത്. അത് കഴിഞ്ഞാലാണ് പിന്നീട് ലഹരി എന്ന് പറയുമ്പോൾ 2 തരം ലഹരി. ഒന്ന് നാർക്കോട്ടിക്, മനുഷ്യന്റെ ബുദ്ധിയെ മരവിപ്പിക്കുന്ന, ഓർമ്മയെ മരവിപ്പിക്കുന്ന നാർക്കോട്ടിക് ലഹരി. മറ്റൊന്ന് ആശയപരമായ ഐഡിയോളജിക്കൽ ലഹരികൾ. ചിലർക്ക് വിദ്യാഭ്യാസം ലഹരി, അക്ഷരം ലഹരി, പറയുന്നത് പോലെ അധികാരം ലഹരി, പണം ലഹരി, ആണ് ലഹരി, പെണ്ണ് ലഹരി, അറ്റ് മിനിമം കട്ടൻ ചായ ലഹരി, അല്ലെങ്കിൽ അതിനേക്കാളും ചെറുത് ഒരു ദിനേശ് ബീഡിയെങ്കിലും ലഹരി. ഇതൊക്കെ ആദ്യത്തെ 11 കഴിഞ്ഞാലാണ്. ഞാൻ ദീർഘിപ്പിക്കുകയല്ല. ഇത് 1ാമത്തെ മനുഷ്യൻ മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ ഒന്നായിരിക്കെ നമ്മളെ കരയിപ്പിച്ച കാര്യം ആദം അലൈഹിസ്സലാമിനെയും കരയിപ്പിച്ചു. ആദം അലൈഹിസ്സലാമിനെ ചിരിപ്പിച്ച കാര്യം നമ്മളെയും ചിരിപ്പിച്ചു. അതുകൊണ്ടാണ് അബുൽ ബഷർ ആദം എന്ന് പറയുന്നത് അലൈഹിസ്സലാം. ആദം അലൈഹിസ്സലാമിന്റെ നാച്ചർ ഒന്ന് വേറെയും നമ്മുടേതൊന്ന് വേറെയൊന്നുമല്ല, എല്ലാം ഒന്നാണ്. നമ്മളെ ചിരിപ്പിച്ച കാര്യം സയ്യിദുനാ വഹബീബുനാ റൂഹി ഫിദാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചിരിപ്പിച്ചിരുന്നു. അവിടത്തെ കരയിപ്പിച്ച കാര്യം നമ്മളെയും കരയിപ്പിക്കുന്നു. കാരണം മെറ്റബോളിക്കലി, ഓർഗാനിക്കലി നമ്മളും അള്ളാഹുവിന്റെ അന്ത്യപ്രവാചകരും ഒരുപോലെയാണ്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അവിടുന്ന് അസാധാരണക്കാരനായത് വേറെ ഹൈസിയത്തിലാണ്. മനുഷ്യൻ മാറുന്നൊന്നുമില്ല.
മാറാൻ കഴിയില്ല. പിന്നെ എന്തേ മാറുന്നുള്ളൂ? പിന്നെ മാറുന്നത് ഉപകരണങ്ങളും ഉപായങ്ങളും മാത്രമാണ്. കാളവണ്ടിക്കും കഴുതവണ്ടിക്കും കുതിരവണ്ടിക്കും പകരം ഫ്ലൈറ്റുകളും കാറുകളും സ്പേസ് എക്സുകളും വരുന്നു എന്ന് മാത്രം. ഉപകരണങ്ങൾ മാറുന്നുണ്ട്. താളിയോലക്കും കല്ലിനും എല്ലിനും പകരം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വരുന്നുണ്ട്. ഉപകരണങ്ങൾ മാറുന്നുണ്ട്, അല്ലാതെ ആവശ്യങ്ങൾ മാറുന്നില്ല. ഈ ഉപകരണങ്ങളുടെ മാറ്റമോ ഞാൻ നേരത്തെ പറഞ്ഞു, അരമണിക്കൂർ കൊണ്ട് റിവേഴ്സ് ഗിയറിൽ സഞ്ചരിക്കുകയും ചെയ്യും.